ഹായ്, ഞാൻ സൈർ സ്റ്റോറീസ്. നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസിനെ കുറിച്ച് എല്ലാവരും നമ്മോട് ചോദിക്കാറുണ്ട്. അതിനുള്ള വഴികളും നമുക്കറിയാം. ജിമ്മിലും ഫിറ്റ്നസ് സെൻ്ററിലും ഒക്കെ നമ്മൾ സ്ഥിരമായി പോകാറുമുണ്ട്. എങ്കിൽ മെൻ്റലി നിങ്ങൾ ഫിറ്റാണോ, ഇമോഷണലി നിങ്ങൾ ഹെൽത്തി ആണോ എന്ന് ആരും നമ്മോട് ചോദിക്കാറില്ല. ആ ചോദ്യം ഒരാൾ ചോദിക്കുന്നത് കേട്ടു. അത് മറ്റാരുമല്ല, നമ്മുടെ ബിബിമോന്റെ അമ്മ. ആവേശം എന്ന സിനിമയിൽ ബിബിമോന്റെ അമ്മ രംഗണ്ണനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മോൻ ഹാപ്പി ആണോ എന്ന്. ഈ ചോദ്യം ശരിക്കും ആരൊക്കെയോ നമ്മോട് ചോദിക്കേണ്ടതായിരുന്നു. പക്ഷെ ഇത്രയും കാലമായിട്ട് ആരും നമ്മോട് ആ ചോദ്യം ചോദിച്ചിട്ടില്ല എന്നതാണ് സത്യം. ഇനി നമുക്ക് സ്വയം ചോദിക്കാം, ഞാൻ ഹാപ്പി ആണോ എന്ന്. ഹാപ്പി ആവാൻ ഹാപ്പിനെസ് സെൻ്ററിൽ പോകാൻ കഴിയില്ലല്ലോ. ഹാപ്പി ആവാനുള്ള എന്തൊക്കെയാണ് വഴികളെന്ന് നമുക്ക് നോക്കാം. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടാത്ത ആരും ഉണ്ടാവില്ല. സർവവും നഷ്ടപ്പെട്ട് പരാജയപ്പെട്ട് നിലം പരിശായി കിടക്കുമ്പോഴും സന്തോഷിക്കാനുള്ള നിരവധി കാരണങ്ങൾ നമ്മൾ സ്വയം കണ്ടെത്തണം. അതിലാദ്യത്തതും പ്രധാനപ്പെട്ടതുമായ ഒന്നാണ് ശുഭാപ്തി വിശ്വാസമുള്ള ഒരു മനസ്സ് കാത്തു സൂക്ഷിക്കുക എന്നത്. വരും ദിനങ്ങൾ ഏറ്റവും നല്ലതായിരിക്കുമെന്നുള്ള ഒപ്റ്റിമിസ്റ്റിക് ചിന്താഗതി. രണ്ടാമത്തത്, ദിവസവും സന്തോഷം തരുന്ന 5 കാര്യങ്ങളെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയണം. അത് പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ വെള്ളം കൊടുക്കലാവാം, ആഹാരം കൊടുക്കലാവാം, ചുറ്റുമുള്ളവരെ കെയർ ചെയ്യലും അവരുടെ മുഖത്ത് പുഞ്ചിരി വിടർത്തുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യലൊക്കെ ആവാം. രോഗികളായ ആൾക്കാരെ സന്ദർശിക്കാം, അവരുടെ ആശ്വാസവാക്കുകൾ പറയാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതൊക്കെയാവാം. കോഴിക്കോട് ചേളന്നൂർ SN കോളേജിലെ എൻ്റെ ആത്മസുഹൃത്ത് സഹപാഠി സുനിൽ ഭാസ്കർ ഈയിടെ അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കൊരു ബർത്ത്ഡേ സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ഒരുപാട് ആത്മബന്ധമുള്ള പഴയ കുറേ സുഹൃത്തുക്കളെ അമ്മയുടെ മുമ്പിൽ എത്തിച്ചായിരുന്നു ആ സർപ്രൈസ്. ആ അമ്മയ്ക്ക് മാത്രമല്ല, ആ സുഹൃത്തുക്കൾക്കൊക്കെ ഒരുപാട് സന്തോഷം നൽകിയ ഒരു മുഹൂർത്തമായിരുന്നു അത്. ഈ സമയത്ത് അവരുടെ ബ്രെയിനിൽ ഉൽപ്പാദിപ്പിച്ച ഹാപ്പിനെസ് ഹോർമോണുകളായ ഡോപ്പിമിനും സെറോട്ടോണിനുമൊക്കെ അവരുടെ ആരോഗ്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഈ അമ്മയും സുഹൃത്തുക്കളും അടുത്ത ദിവസങ്ങളിൽ വളരെ ഹാപ്പിയായിരുന്നു, വളരെ ഉന്മേഷമുള്ളവരായിരുന്നു എന്നതാണ് സത്യം. മൂന്നാമത്തത് കൃതജ്ഞതാബോധമാണ്. പ്രാക്ടീസിങ് എക്സ്റ്റെൻഡിങ് ഗ്രാറ്റിറ്റ്യൂഡ് ടു എവരി വൺ. നിത്യേന നമുക്ക് ആര് എന്ത് ഉപകാരം ചെയ്താലും അതിന് നന്ദി പറയുക എന്നത് ശീലിപ്പിക്കുക. നന്ദി പറയണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരുന്ന ഭാര്യയോടോ അമ്മയോടോ നന്ദി പറയാം. ഷൂ പോളിഷ് ചെയ്ത് തരുന്ന മക്കളോട് നന്ദി പറയാം. നാലാമത്തത് കീപ്പിംഗ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്നതാണ്. ഏത് കാര്യവും പോസിറ്റീവായിട്ട് കാണുക. പാതി അടഞ്ഞ ഒരു വാതിലിനെ നോക്കിയിട്ട് അത് പാതി തുറന്ന വാതിലായി കാണുന്ന തരത്തിൽ മനസ്സിൻ്റെ പോസിറ്റീവ് സൈഡ് ഓപ്പൺ ആക്കി വെക്കാനുള്ള ശ്രമമാണിത്. ഇങ്ങനെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു മനസ്സും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും കൃതജ്ഞതാബോധവും ഒക്കെ കൈമുതലായുണ്ടെങ്കിൽ ഏത് വീഴ്ചയിലും നമുക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും, ഐ ആം നോട്ട് ഫാളിങ് ഡൗൺ, ഐ ആം ഫാളിങ് അപ്പ് എന്ന്. ഞാൻ നിങ്ങളുടെ സ്വന്തം സഹീർ സ്റ്റോറീസ്. ബൈ.